ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഹാരിസ്. ഞാൻ വളാഞ്ചേരിയാണ് സ്ഥലം. ഞാൻ ഒരു ക്ലിനിക്ക് നടത്തുകയായിരുന്നു. 5-8 വർഷത്തോളം ബിസിനസ് നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം ഒരു തലവേദന വന്നതും എൻ്റെ മോള് 12ാമത്തെ ദിവസം വരെ മോള് ക്ഷീണിച്ച് കിടക്കുക, തലവേദനിക്കുക, തല പൊട്ടിപ്പൊളിയുന്ന വേദന എന്ന് പറയും. ഡോക്ടർമാര് പല ടെസ്റ്റുകളും നടത്തി, ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് മോള് നട്ടലിൽ നിന്നും ടെസ്റ്റ് എടുത്തിട്ട് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് ചെയ്തപ്പോഴാണ് മോൾക്ക് തലച്ചോറിലേക്ക് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിനെയാണ് എൻസെഫലൈറ്റിസ് എന്ന് വിളിക്കും. അതായത് നമ്മളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടാവും മസ്തിഷ്കജ്വരം എന്നൊരു അസുഖം. അത് അമീബിക് മസ്തിഷ്കജ്വരം എന്നായിരിക്കും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം. അതിന് 4 ടൈപ്പോളം മസ്തിഷ്കജ്വരങ്ങളുണ്ട്. അതിൽ ബാക്ടീരിയയിലാണ് മോൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നും MES മെഡിക്കൽ കോളേജിൽ നിന്നും നമ്മുടെ ആസ്റ്റർ മിംസ് കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ 4 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കൊടുക്കുന്ന മെഡിസിൻ സ്റ്റിറോയിഡ് മെഡിസിനാണ്. അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും മോളുടെ തടി ആ സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അതുപോലെ മോള് 9 വയസ്സായ മോളാണ്. ഹൈറ്റ് വെക്കുന്നതും കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ സൈഡ് എഫക്റ്റുകളുള്ള മെഡിസിൻസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. കൊടുക്കില്ലാതെ മാർഗവും ഇല്ല. നമുക്ക് മോളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പൊമഴി. അങ്ങനെ 1 മാസത്തോളം മോൾക്ക് സ്റ്റിറോയിഡ് മെഡിസിൻ മാത്രമായിട്ട് കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ മെഡിസിന്റെ ഡോസ് ഒന്ന് കുറച്ച് ഡോക്ടർ. ആ സമയത്ത് മോളിനെ മോൾ കംപ്ലീറ്റ്ലി കുഴഞ്ഞു. ആ അവസ്ഥയിൽ വീണ്ടും ഇഞ്ചക്ഷൻ കൊടുത്ത് നമ്മൾ റിക്കവർ ആക്കി കൊണ്ടുവന്നു. പിന്നെ മന്ത്ലി ഇഞ്ചക്ഷൻസ് ആയി. ഒരു ഇഞ്ചക്ഷന് ഈ പറഞ്ഞ പോലെ 1 ലക്ഷത്തോളം രൂപ ഫസ്റ്റ് ഞാനും കൊടുത്തു. 1 ലക്ഷത്തോളം രൂപ അഡ്മിറ്റ് ചെയ്തിട്ട്, അതായത് മിംസിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ അടിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തോളം രൂപ കൊടുക്കണം. കാരണം നമുക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് അവിടെ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അവസാനം എൻ്റെ ഡോക്ടേഴ്സിനായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഹോൾസെയിലിൽ മെഡിസിൻ ഇറക്കിയിട്ട് പെരിന്തൽമണ്ണ MES വെച്ചിട്ട് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി. ഞാൻ 50,000 രൂപയോളം ചിലവാക്കിയിട്ട് ഇഞ്ചക്ഷൻ വാങ്ങിയിട്ട് വർഷങ്ങളോളം കൊടുത്തു. അങ്ങനെ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വിൽക്കേണ്ട ഒരവസ്ഥയിൽ വന്നപ്പോൾ കൊടുത്തു. കാരണം നമുക്ക്